نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയ അങ്ങേയറ്റത്തെ വലിയൊരു അനുഗ്രഹമാണ് വസ്ത്രം എന്നുള്ളത്. ഭൂലോകത്ത് മനുഷ്യവർഗം മാത്രമാണ് വസ്ത്രം ധരിക്കുന്ന വിഭാഗം. ബാക്കി റബ്ബ് സുബ്ഹാനഹു തആല പടച്ച നമ്മൾ കാണുന്ന അറിയുന്ന ഒരു ജീവവർഗവും വസ്ത്രം ധരിക്കുന്നതായി നാം മനസ്സിലാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് മാത്രം പ്രത്യേകതയാക്കി നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് വസ്ത്രം എന്നുള്ളത്. ആ വസ്ത്രത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ധരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. ഞാൻ ഓതിവെച്ച ആയത്ത് സൂറത്ത് അഅറാഫിന്റെ 26-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട്, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസ്, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു, മനുഷ്യന്മാർക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. യുവാരി സൗആതിക്കും, ഒന്നാമത്തെ വസ്ത്രത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് യുവാരി സൗആതിക്കും, നിങ്ങൾക്ക് നഗ്നത മറക്കുന്നതിന് വേണ്ടി, നാണം മറക്കുന്നതിന് വേണ്ടി. വരീഷൻ, അതുപോലെ തന്നെ അലങ്കാര വസ്ത്രങ്ങളും നാണം മറക്കാനും സൗന്ദര്യത്തിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു ചേർത്ത് പറയാണ് വലിബാസു തഖ്വ, എന്നാൽ തഖ്വയാകുന്ന വസ്ത്രം, സൂക്ഷ്മതയാകുന്ന വസ്ത്രം, ദാലിക ഖൈർ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദക്കറൂൻ, ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. അപ്പൊ വസ്ത്രത്തെ, രണ്ടു തരം വസ്ത്രത്തെയാണ് ഖുർആൻ അവിടെ പ്രതിപാദിച്ചത്. ഒന്നാമത്തെ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അണിയുന്ന വസ്ത്രം, പുറത്തണിയുന്ന വസ്ത്രം, ബാഹ്യമായ വസ്ത്രം. അതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ നാണം മറക്കുക, ന്യൂനതകൾ മറക്കുക, ഔറത്തുകൾ മറക്കുക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതോടൊപ്പവും അലങ്കാരവും കൂടി സ്വീകരിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല അനുവാദം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ചേർത്ത് പറഞ്ഞു, പക്ഷേ വലിബാസു തഖ്വ, എന്നാൽ തഖ്വയാകുന്ന വസ്ത്രമാണ് ദാലിക ഖൈർ, അതാണ് ഉത്തമമായിട്ടുള്ളത്, അത് ആന്തരികമായ വസ്ത്രമാണ്. ആ തഖ്വയാകുന്ന വസ്ത്രം കൃത്യമായി അണിയുമ്പോഴാണ് മനുഷ്യൻ നല്ല മാന്യനായിട്ട് മാറുകയുള്ളൂ. കേവലം പുറത്തു കാണുന്ന ഭൗതികമായ ബാഹ്യമായ വസ്ത്രധാരണം എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല. ആന്തരികമായ വസ്ത്രധാരണം അഥവാ തഖ്വ, അത് എത്രമാത്രം ഔന്നിത്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുവോ അതിനനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും തിളക്കമുള്ള ജീവിതമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല രണ്ടു തരം വസ്ത്രത്തെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വസ്ത്രം എന്ന ഈ കാര്യം നിസാരമായ ഒരു കാര്യമല്ല. ഒരു വേദഗ്രന്ഥം അതിനെപ്പറ്റി സംസാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കൺസേണുകൾ ഈ വേദഗ്രന്ഥത്തിനുണ്ട്, വിശുദ്ധ ഖുർആനുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കുണ്ട്. അതിലെ ഒന്നാമത്തെ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്ന കാര്യം എന്നുള്ളത്, ഒന്നാമത്തേത് നിങ്ങൾ ഔറത്ത് മറക്കാനും അതുപോലെ തന്നെ അലങ്കാരത്തിനും വസ്ത്രങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ വസ്ത്രത്തിന് ചില പരിധികളും പരിമിതികളും നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും റബ്ബ് സുബ്ഹാനഹു തആല വെച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പാലിച്ചിട്ട് പോകണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ എല്ലാ വസ്ത്രങ്ങളും ധരിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. മറിച്ച് അനുവദിക്കപ്പെട്ട വസ്ത്രങ്ങളിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാം, അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കാം, ഔറത്ത് മറയുന്ന വിധത്തിൽ നാണം മറക്കുന്ന, ന്യൂനത മറക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാം. എങ്കിലും എല്ലാ മനുഷ്യന്മാരും ഒരു നിയമങ്ങളോ വിധികളോ വിധിവിലക്കുകളോ ഒന്നുമില്ലാതെ വസ്ത്രധാരണം ചെയ്യുന്നത് പോലെ ചെയ്യാൻ സത്യവിശ്വാസികൾക്ക് പാടില്ല. അതിലെ ഒന്നാമത്തെ റബ്ബ് സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് വിരോധിച്ച ഒന്നാമത്തെ വസ്ത്രമാണ് ശുഹ്റത്തിന്റെ വസ്ത്രം എന്നുള്ളത്. ശുഹ്റത്തിന്റെ വസ്ത്രം, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ശുഹ്റത്തിന്റെ വസ്ത്രം അവൻ ധരിക്കാൻ പാടില്ല. ഇമാം അബൂദാവൂദും ഇമാം നസായിയും അതുപോലെ തന്നെ ഇബ്നു മാജയും ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ്ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ ശുഹറത്തിന്റെ വസ്ത്രം ധരിച്ചാൽ, ദുനിയാവിൽ ശുഹറത്തിന്റെ വസ്ത്രം ധരിച്ചാൽ, അൽബസഹുല്ലാഹു സൗബ മദില്ലത്തിൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ നിന്ദ്യതയുടെ വസ്ത്രം ധരിപ്പിക്കും. അവനെ അപമാനിക്കുന്ന വസ്ത്രം ഖിയാമത്ത് നാളിൽ അള്ളാഹു ധരിപ്പിക്കും, ദുനിയാവിൽ അവൻ ശുഹറത്തിന്റെ വസ്ത്രം ധരിച്ചാൽ. ഇമാം പിന്നെ ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ നമുക്ക് കാണാം, ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ,
ഇബ്നു മുറല്ല എന്ന് പറയുകയാണ്, അൻ മൻ ലബിസ റിദാഅ ശുഹറത്തിൻ ഔ സൗബ ശുഹറത്തിൻ, ആരെങ്കിലും ശുഹറത്തിന്റെ മേൽ വസ്ത്രങ്ങളോ ശുഹറത്തിന്റെ വസ്ത്രമോ ആരെങ്കിലും ധരിച്ചാൽ അൽബസഹുല്ലാഹു നാറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ തീ ധരിപ്പിക്കും, നരകത്തിന്റെ തീ അവന്റെ മേൽ ധരിപ്പിക്കും, ശുഹറത്തിന്റെ വസ്ത്രം അവൻ ധരിച്ചാൽ. അപ്പൊ എന്താണ് ശുഹറത്തിന്റെ വസ്ത്രം? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഗൗരവമുള്ള ചർച്ചയും അന്വേഷണവും പഠനവും നടക്കണം. എന്താണ് ശുഹറത്തിന്റെ വസ്ത്രം? കാരണം ശുഹറത്തിന്റെ വസ്ത്രം ഇട്ടാൽ നരകമാണ് അവന് പ്രതിഫലം. ശുഹറത്തിന്റെ വസ്ത്രം ഇട്ടാൽ ഖിയാമത്ത് നാളിൽ നിന്ദതയുടെ വസ്ത്രം അള്ളാഹു അവനെ അണിയിപ്പിക്കും. അതുകൊണ്ട് ശുഹറത്തിന്റെ വസ്ത്രം എന്ത് എന്ന് നമ്മൾ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ഉലമാക്കൾ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ നമ്മളെ പഠിപ്പിച്ചു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വസ്സൗബുല്ലദീ ഹുവ ലിശ്ശുഹറ, ശുഹറത്തിന്റെ വസ്ത്രം എന്നാൽ ഹുവ സൗബുല്ലദീ യഖ്സുദു ബിഹി അൽ ഇർതിഫാഉ ഇൻദന്നാസ്, ജനങ്ങളുടെ അരികിൽ ജനങ്ങളുടെ അടുത്ത് വലിയ പദവിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം. അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് തന്റെ സ്ഥാനം, തന്റെ അഹന്ത കാണിക്കാൻ വേണ്ടി അണിയുന്ന വസ്ത്രം. അവിത്തവാളുഇ, അല്ലെങ്കിൽ വിനയം കാണിക്കാൻ എന്ന ലക്ഷ്യത്തിൽ അണിയുന്ന വസ്ത്രം. വസ്സുഹദ്, അല്ലെങ്കിൽ വിരക്തി കാണിക്കാൻ വേണ്ടി അണിയുന്ന വസ്ത്രം. അതാണ് ശുഹറത്തിന്റെ വസ്ത്രം എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തെ പോലെയുള്ള വലിയ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അപ്പൊ 2 ടൈപ്പ് വസ്ത്രമുണ്ട് ശുഹറത്തിന്റെ. ഒന്നാമത്തത് എന്താ? ആളുകൾക്ക് മുമ്പിൽ തന്റെ സ്ഥാനമാനങ്ങൾ കാണിക്കാൻ വേണ്ടി അഹംഭാവത്തിൽ വസ്ത്രം കൊണ്ട് താൻ ഒരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ കാണിക്കാൻ അണിയുന്ന എല്ലാ വസ്ത്രവും ശുഹറത്തിന്റെ വസ്ത്രമാണ്. എല്ലാ നല്ല വസ്ത്രവും നമുക്ക് അണിയാട്ടോ, ഹലാലാക്കിയ എല്ലാ നല്ല വസ്ത്രം അണിയാം. പക്ഷെ ആ വസ്ത്രം വാങ്ങുമ്പോഴും അണിയുമ്പോഴും ഇത് എനിക്ക് എന്റെ നഗ്നത മറക്കണം, എന്നെ കാണാൻ വൃത്തിയും വെടുപ്പുള്ളവനായിട്ട് തോന്നണം, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു നെയ്യത്ത് വന്നാൽ, ഇതിന്റെ അപ്പുറത്തേക്ക് വസ്ത്രം കൊണ്ട് ഞാനൊരു സംഭവമാണ് എന്ന് ആളുകൾക്കിടയിൽ തോന്നിപ്പിക്കുക എന്ന നെയ്യത്ത് ഒരു മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അവനതാ ശുഹറത്തിന്റെ വസ്ത്രം വില കൊടുത്തു വാങ്ങി അണിഞ്ഞിരിക്കുന്നു. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ടുള്ള നിന്ദതയുടെ വസ്ത്രം അവന് വേണ്ടി തയ്പ്പിച്ചു വെച്ചിരിക്കാം. അവനത് മനസ്സിലാക്കണം. നമ്മുടെ കാലം നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ആളുകൾ പിന്നെ വസ്ത്രം കൊണ്ട് മേനി നടിക്കാണ്. അതാണ് വസ്ത്രം കൊണ്ട് മേനി നടിക്കുന്ന കൾച്ചർ. ഒന്നാമത്തേത് അതാ. അവനേക്കാൾ ഞാൻ പിന്നെ അടയാളപ്പെടുത്തപ്പെടണം, മറ്റ് ആര് ധരിക്കുന്നതിനേക്കാൾ മികച്ച വസ്ത്രം ധരിച്ചിട്ട് ഞാൻ അവിടെ എത്തുമ്പോ എന്റെ സ്ഥാനവും മാനവും അടയാളപ്പെടുത്തപ്പെടണം. ഈ ചിന്തയിൽ ഒരു തുടിക്കഷ്ണം വാങ്ങി ശരീരത്തിലിട്ടാൽ അവൻ ശുഹറത്തിന്റെ വസ്ത്രമാണ് അണിഞ്ഞിട്ടുള്ളത്. ജനശ്രദ്ധയാകർഷിക്കപ്പെടുന്ന വസ്ത്രം. ശുഹറ എന്ന് പറഞ്ഞാൽ അതാ, സൗബ് ശുഹറ എന്ന് പറഞ്ഞാൽ അതാ, ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി പിന്നെ ഉപയോഗിക്കുന്ന വസ്ത്രം. അതിലെ ഒന്നാമത്തെ വിഭാഗമാണ് പറഞ്ഞത്, തന്റെ സ്ഥാനമാനത്തെ നിലനിർത്താൻ, താനൊരു അടയാളപ്പെടുത്തപ്പെടാൻ, മേനി നടിക്കാൻ ഏതെങ്കിലും ഉടുപ്പ്, ഏതെങ്കിലും കുപ്പായം, ഏതെങ്കിലും വസ്ത്രം ആരെങ്കിലും അണിഞ്ഞു കഴിഞ്ഞാൽ നരകത്തിന്റെ വസ്ത്രം അവൻ വാങ്ങിവെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തേത് അതാണ്. ഇനി രണ്ടാമത്തേത് എന്താ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് അവിത്തവാളു, വിനയം കാണിക്കാൻ, താനൊരു വിനയശീലനാണ് എന്ന് ജനങ്ങൾക്ക് കാണാൻ, താനൊരു പിന്നെ ലളിതനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഒരുത്തൻ അങ്ങനെ ലാളിത്യം കലർന്ന വസ്ത്രം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടാൽ വസ്സുഹദ്, അല്ലെങ്കിൽ താനൊരു വിരക്തനാണ്, താനൊരു വിരക്തനാണ്, ദുനിയാവിനെ തന്നെ സ്വാധീനിച്ചിട്ടില്ല, തന്റെ ലക്ഷ്യം ആഖിറമാണ്, അതുകൊണ്ട് എന്റെ വസ്ത്രം കണ്ട് ആളുകൾ ഞാൻ അങ്ങനെ ഒരു വിരക്തനാണ്, ഒരു സൂക്ഷ്മതയുള്ളവനാണ്, ഒരു മുത്തഖിയാണ്, ഒരു ആലിമാണ്, ഒരു ആബിദാണ് എന്ന് തോന്നിപ്പിക്കുന്ന വസ്ത്രം ആരെങ്കിലും ധരിച്ചാൽ അവനും ശുഹറത്തിന്റെ വസ്ത്രമാണ് ധരിച്ചത്. അവനും നരകത്തിന്റെ തീന്റെ നിന്ദ്യതയുടെ കുപ്പായം റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വേണ്ടിയിട്ടും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇത് വലിയൊരു വിഷയമാണ്.
ഏത് വഴിക്കും നമ്മളെ ശൈത്താൻ പഴപ്പിക്കുന്ന ഒരു വിഷയമാണ്. അല്പമൊക്കെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ വലിയ വലിയ കുപ്പായങ്ങൾ അന്വേഷിച്ച് നടക്കും. ആളുകൾക്ക് പിന്നെ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത വിലയും നിലയുമുള്ള നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടി നടക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾക്കിടയിൽ തന്നെ മേനി നടിക്കാൻ വേണ്ടി. വസ്ത്രം കൊണ്ടാണ് മനുഷ്യന്മാർ ഇന്ന് ഏറ്റവും അധികം മേനി നടിക്കുന്നതിൽ ഒന്ന്. ഒന്നാമത്തത് അവന്റെ എന്താണ്? വീട്. രണ്ടാമത്തത് വാഹനം. മൂന്നാമത്തത് വസ്ത്രം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ മേനി നടിക്കാൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഗണത്തിലാണ് പെടുത്തുക. അതിൽ അത്തരം വസ്ത്രം ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് ഏത് വസ്ത്രം ഏതും അവൻ അണിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി ഏത് അവൻ അണിയാം. പക്ഷേ അവൻ അണിയുമ്പോഴും വാങ്ങുമ്പോഴും അവന്റെ മനസ്സിൽ മേനി നടിക്കുക വരരുത്. അതുപോലെ തന്നെ സുഹുദിന്റെ ആളാണ്, താൻ ഒരു വിരക്തനാണ്. ദുനിയവിയായ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ തനിക്ക് വലിയ താല്പര്യമില്ല. തന്റെ വിരക്തിയും തഖ്വയും സൂക്ഷ്മതയുമൊക്കെ ആളുകൾ അറിയുന്ന വിധത്തിൽ ഒരു വസ്ത്രം അവൻ ധരിച്ചു കഴിഞ്ഞാൽ അതും ശുഹറത്തിന്റെ വസ്ത്രമാണ്, നരകത്തിലാണ്. അതുകൊണ്ട് സത്യവിശ്വാസി അവൻ സൂക്ഷ്മതയുള്ള രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഏത് രൂപത്തിലുള്ള വസ്ത്രത്തിലേക്ക് തിരിയണം, അത് നമ്മളൊന്ന് പഠിക്കണം. ശുഹറത്തിന്റെ ഹദീസുകൾ വിശദീകരിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തത് നമ്മൾ പഠിക്കണം. സ്വഹീഹുൽ ബുഖാരിയുടെ ശർഹിൽ ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാഹ് പറയാണ്, അല്ലദീ യംബഗീ ലിർറജുലി അൻ യതസയ്യ ഫീ കുല്ലി സമാനി ബിസി അഹ്ലിഹി. ഒരു മനുഷ്യന് ഏറ്റവും അനുയോജ്യമായത്, അഭികാമ്യമായത്, ഏറ്റവും യോജിച്ചത്, നല്ലത് ഏത് വസ്ത്രം ധരിക്കലാണ്? എല്ലാ കാലത്തും ബിസി അഹ്ലിഹി, തന്റെ നാട്ടുകാരുടെ വസ്ത്രം ധരിക്കലാണ്. മാലം യകുൻ ഇസ്മ, അതിൽ പാപമില്ലെങ്കിൽ. നാട്ടിലെ ജനങ്ങൾ ഏത് വസ്ത്രം ധരിക്കുന്നോ ആ വസ്ത്രം ധരിക്കലാണ് ഒരു മനുഷ്യന് ഏറ്റവും നല്ലത്. അതാണ്. അതിൽ ഒരിക്കലും ഹറാമില്ലെങ്കിൽ ആ ജനങ്ങളുടെ വസ്ത്രധാരണ രീതി സ്വീകരിക്കലാണ് നല്ലത്. കാരണം എന്താ? ലിഅന്ന മുഖാലഫത്തന്നാസി ഫീ സിയ്യിഹിം ദർബും മിന ശുഹറ. ജനങ്ങൾക്ക് മുഖാലഫത്താവുക, ജനങ്ങൾക്ക് ഖിലാഫാക, ഓപ്പോസിറ്റായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ശുഹറത്തിൽപ്പെട്ടതാണ്. അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. നാട്ടിലെ മുസ്ലിമീങ്ങൾ, പൊതു മുസ്ലിമീങ്ങൾ ധരിക്കുന്ന ഹറാമല്ലാത്ത വസ്ത്രമാണ് ആ നാട്ടുകാരൻ സ്വീകരിക്കേണ്ടത്. ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ നിലപാട്. വസ്ത്രധാരണ രംഗത്ത് വിശ്വാസികൾ പാലിക്കേണ്ട ഏറ്റവും സൂക്ഷ്മമായ നിലപാട് ഇതാണ്. നാട്ടുകാർക്ക് സുപരിചിതമല്ലാത്ത, അവർക്ക് കാര്യമായി അവർക്കിടയിൽ അറിയപ്പെടാത്ത, സ്വീകരിക്കപ്പെടാത്ത, അവരുടെ വസ്ത്രധാരണ ശീലവുമായിട്ട് നേർക്ക് നേരെ ബന്ധമില്ലാത്ത വസ്ത്രധാരണം സ്വീകരിക്കുന്നത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ? അത് ശുഹറത്തിൽ പെട്ടുപോയേക്കാം. നിങ്ങളെല്ലാം ധരിക്കുന്ന വസ്ത്രത്തിന് പിന്നെ വിരുദ്ധമായൊരു വസ്ത്രം ഞാൻ ധരിച്ചു വന്നാൽ നിങ്ങളെല്ലാം എന്നിലേക്ക് നോക്കും, എന്നെ പ്രത്യേകമായി അടയാളപ്പെടുത്തും. ഒരുപക്ഷെ എന്നെപ്പറ്റി നിങ്ങളുടെ മനസ്സുകളിൽ ചില ചിന്തകൾ രൂപപ്പെടും. ആ ചിന്തകൾ വസ്ത്രം വിനയത്തിന്റെയും സുഹൃദിന്റെയും വസ്ത്രമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ മെല്ലെ ഒരു മുത്തഖയാണെന്നോ, വലിയ സൂക്ഷ്മതക്കാരനാണെന്നോ, വലിയ ആലിമാണെന്നോ, വലിയ ആബിദാണെന്നോ തോന്നാനുള്ള സാധ്യതയുണ്ടാകും. ആ സാധ്യതയെ ഞാൻ ഭയപ്പെടണം. മനസ്സിലായോ? ആ സാധ്യതയെ ഞാൻ ഭയപ്പെടണം. ലോകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, എല്ലാ മതസമൂഹങ്ങളിലും പുരോഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവരെല്ലാം പൊതുസമൂഹത്തിന്റെ വസ്ത്രധാരണയിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. എല്ലാ സ്ഥലത്തും പൗരോഹിത്യത്തെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? പൊതുസമൂഹത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എല്ലാ മതങ്ങളിലെയും പൗരോഹിത്യം. കാരണം ആ പുരോഹിതന്മാർ എന്താഗ്രഹിക്കുന്നു? അവരുടെ ആഗ്രഹം ആളുകൾക്കിടയിൽ നിന്ന് തങ്ങൾ പ്രത്യേകമായി വേറിട്ട് നിൽക്കണം എന്ന ആഗ്രഹം അവരുടെ വസ്ത്രധാരണത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, കാന ഹദിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ലിബാസി മിമ്മാ യസ്റഹുല്ലാഹു ബിബലദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഹദിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ലിബാസ്, അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിട്ടുള്ള ലിബാസ് വസ്ത്രമേതാ? മിമ്മാ യസ്റഹുല്ലാഹു ബിബലദിഹി,
അദ്ദേഹത്തിന്റെ നാട്ടിൽ അല്ല എളുപ്പമാക്കി കൊടുത്ത വസ്ത്രമാണ് അധിക സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാട്ടിൽ ജനങ്ങൾ സാധാരണ ധരിക്കുന്ന വസ്ത്രമാണ് അധിക സമയങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ ധരിച്ചത്. വളരെ അപൂർവമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത്. ബാക്കി സമയങ്ങളിലോ, മുഴുവൻ സമയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ എവിടെയായിരുന്നു? നാട്ടുകാരുടെ വസ്ത്രം എന്തോ അതേ വിധാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയുന്നുള്ളൂ. അല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രത്യേക വസ്ത്രം, എന്നിട്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ പ്രത്യേകം കാണാനും അടയാളപ്പെടുത്താനും സാധിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണ സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതുമല്ല. അത് പൗരോഹിത്യത്തിന്റെ അടയാളാണ്. അതാണ് വളർന്ന് വളർന്ന് പൗരോഹിത്യമായി മാറിയത്. പുരോഹിതന്മാർ അവർ സമൂഹത്തിൽ പ്രത്യേകം സ്ഥാനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ വസ്ത്ര സംവിധാനം പൊതു സമൂഹത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വൈവിധ്യമുള്ള രൂപത്തിലേക്ക് അവർ മാറ്റിയത്. എന്തിനാണ്? സമൂഹത്തിൽ അവർക്ക് ചില സ്ഥാനങ്ങൾ നേടാനുണ്ട്. അതേ സമ്പ്രദായമാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളും പൊതുജനത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വിരുദ്ധരായി മാറിയാൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇബ്നു അഖീൽ റഹിമഹുല്ലാ, ഇമാം ഇബ്നു അഖീൽ റഹിമഹുല്ല പറയാണ്, ലാ യംബഗിൽ ഖുറൂജ് അനിൽ ആദാത്തിൻ നാസ് ഇല്ലാ ഫിൽ ഹറാം. ഹറാമിലല്ലാതെ, ഹറാമായ വസ്ത്രത്തിലല്ലാതെ ജനങ്ങളുടെ ആദാത്തിൽ നിന്ന്, സമ്പ്രദായത്തിൽ നിന്ന് പുറത്തു പോകാവുന്നത് ഉചിതമല്ല. ഒരു നാട്ടിലെ ജനങ്ങൾ പച്ചയായ ഹറാമായ വസ്ത്രമാണ് ഇടണമെങ്കിൽ അവരോടൊപ്പം ചേരണ്ട. ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കണമെന്ന് വിചാരിക്കുക. ഒന്നുകിൽ അവറത്ത് വെളിവാകുന്ന വസ്ത്രമാണെന്ന് വിചാരിക്കുക, അവറത്ത് മൂടാത്ത തരം വസ്ത്രമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ധരിക്കുന്ന പിന്നെ സമ്പ്രദായമാണ് നാട്ടിലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്, നാട്ടിലെ പുരുഷന്മാർ അത് ധരിക്കുന്ന നാട്ടിലാണെങ്കിൽ അത്തരം ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളിൽ നാട്ടുകാരോട് യോജിക്കേണ്ടതില്ല. പക്ഷെ അതല്ലാത്ത എല്ലാ വിഷയത്തിലും ലാ യംബഗിൽ ഖുറൂജ് അനിൽ ആദാത്തിൻ നാസ്, ജനങ്ങളുടെ ആദത്തുകളിൽ നിന്ന്, സമ്പ്രദായങ്ങളിൽ നിന്ന്, അവരുടെ വസ്ത്രധാരണ രീതികളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യന് അനുയോജ്യമായ കാര്യമല്ല. അവന് ഏറ്റവും യോജിച്ച കാര്യം ഏതാണ്? അഹ്ലു ബലദിന്റെ വസ്ത്രം ധരിക്കുക, നാട്ടുകാരുടെ വസ്ത്രം ധരിക്കുക. ശരിക്കും നമ്മൾ പഠിച്ചോളണം. അഹ്ലു ബലദ്, നാട്ടുകാർ, അഹ്ലു ബലദിന്റെ വസ്ത്രം ധരിക്കുക എന്നതാണ് സൂക്ഷ്മത എന്ന് മനസ്സിലാക്കുക. ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഏതോ അറേബ്യയിലെ സ്റ്റൈൽ വസ്ത്രം ധരിക്കുന്നതാണ് സൂക്ഷ്മത ആണ്. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്ത ഏതെങ്കിലും പൗരോഹിത്യത്തിന്റെ സ്റ്റൈലിലുള്ള കുപ്പായങ്ങൾ ധരിക്കുമ്പോൾ അതൊരു സൂക്ഷ്മതയാണെന്ന് വിചാരിക്കും. മനസ്സിലാക്കിക്കോ, അഹ്ലു ബലദിന്റെ, നാട്ടുകാരുടെ വസ്ത്രം അത് സ്വീകരിക്കുക, ധരിക്കുക, അതാണ് സൂക്ഷ്മത. ഇമാം അഹമ്മദിൽ നിന്ന് കാണാം, റവൽ ഇമാം അഹമ്മദ് റജുലൻ ലാബിസൻ ബുർദൻ മുഖത്തൻ ബയാലൻ വസവാദൻ. ഒരു മനുഷ്യൻ ഇമാം അഹമ്മദിന്റെ അടുത്ത്, അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ നിന്നു. ആ മനുഷ്യനെ കണ്ടപ്പോ അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താ? പിന്നെ കറുപ്പും വെളുപ്പും വരകളുള്ള, അല്ലെങ്കിൽ കറുപ്പും വെളുപ്പും നിറം പിന്നെ കൂടിക്കലർന്നിട്ടുള്ള ഒരു ബുർദ ധരിച്ചിട്ടാണ് ആ മനുഷ്യനെ കണ്ടത്. ഇമാം അഹമ്മദ് ആ മനുഷ്യനോട് നീ ഇത് ഊരിക്കളഞ്ഞേക്ക്, ഇത് ഉപേക്ഷിച്ചേക്ക്, വൽബസ് ലിബാസ അഹ്ലി ബലദിക്, എന്നിട്ട് നിന്റെ നാട്ടുകാരുടെ വസ്ത്രം നീ എടുത്തണിഞ്ഞേക്കണം. ആ നാട്ടിൽ കാണാത്ത വസ്ത്രമാണത്, ആ നാട്ടുകാർ ഉപയോഗിക്കാത്ത വസ്ത്രമാണ്, പൊതു മുസ്ലിമീങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രമാണ്. ആ വസ്ത്രം അണിഞ്ഞു വന്ന് മനുഷ്യനെ കണ്ടപ്പോ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളക്ക് കോപം വന്നു. ആ വസ്ത്രം നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഊരിയിട്ടേക്ക്, എന്നിട്ട് നിന്റെ നാട്ടുകാരുടെ വസ്ത്രമണി. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറയാ, ലൈസ ഹുവ ബിഹറാമിൻ, ഞാനിത് ഹറാമായത് കൊണ്ട് പറഞ്ഞതല്ല. വലൗ കുൻത ബിമക്കത അബിൽ മദീന, നീ മക്കയിലോ മദീനയിലോ ആയിരുന്നെങ്കിൽ ലം അഅബ് അലൈക്, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മക്കയിലും മദീനയിലെയും സാധാരണ അവിടുത്തെ ജനങ്ങൾ ഇട്ടടക്കുന്ന വസ്ത്രമാണ് വേറെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യനിട്ടത്. നിങ്ങൾ ആലോചിക്കണേ, ഹറാമല്ല. എത്രത്തോളം ആലോചിക്കണം, എത്രത്തോളം നമ്മൾ പഠിക്കണം. നമ്മളെ സങ്കല്പങ്ങളൊക്കെ നമ്മൾ ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഹവയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായാൽ പല ഇതും നമുക്ക് ചിന്ത വരും. വസ്ത്രധാരണം എന്നല്ല, എല്ലാ വിഷയത്തിലും നമ്മളെ കോൺസെപ്റ്റ് എന്തായിരിക്കും? വേറെ എന്തൊക്കെയോ സൂക്ഷ്മതായിരിക്കും. പക്ഷെ ഇൽമിന്റെ, ഹദീസിന്റെ, അസറിന്റെ, ഖുർആന്റെ, നസ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോൺസെപ്റ്റുകൾ രൂപപ്പെടുത്തേണ്ടത്.
അല്ലാതെ നമുക്ക് തോന്നുന്ന അടിസ്ഥാനത്തിലല്ല. ഇത് നോക്കും, നീ മക്കയിലോ മദീനയിലോ ആണ് ഈ കറുപ്പും വെളുപ്പും വരെയുള്ള ബുറുദ ഇട്ട് നീ വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തായിരുന്നില്ല. അവിടെ അത് പരിചയമുണ്ട്. ഈ നാട്ടിലെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത അഹ്ലു ബലദിന്റെ നാട്ടുകാരുടെ വസ്ത്രമല്ലാത്ത ഒരു വസ്ത്രമാണ് നീ ഇട്ടു വന്നത്. അതുകൊണ്ട് ഇത് ഊരിക്കളഞ്ഞേക്ക്. ഹറാമായിട്ടെന്ന് പറയല്ല, ഇത് യോജിച്ചതല്ല. ഒരു മുസ്ലിമിന് സൂക്ഷ്മതയ്ക്ക്, മതപരമായിട്ടുള്ള ഔന്നിത്യത്തിന് സൂക്ഷ്മതയ്ക്ക് ചേർന്നതല്ല. ഖാലൽ മർദാവി റഹിമഹുല്ലാ, ഇമാം മർദാവി റഹിമഹുല്ല പറയാ, എന്താ ഹംബലി മദ്ഹബിന്റെ വീക്ഷണം അദ്ദേഹം പറയാ, യുക്റഹു ലിബാസു മാ ഫീ ശുഹറ ഔ ഖിലാഫി ബിബലദിഹി മിനന്നാസ്. ജനങ്ങളുടെ വസ്ത്രധാരണ സമ്പ്രദായത്തിന് വിരുദ്ധമായി, നാട്ടുനടപ്പിന്, നാട്ടുകാരുടെ വസ്ത്രധാരണത്തിന് എതിരായിട്ടും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രമായിട്ടും ആരെങ്കിലും ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അത് കറാഹത്താണ്. അല സ്വഹീഹി മിനൽ മദ്ഹബ്, മദ്ഹബില് ഹംബലി മദ്ഹബിന്റെ വീക്ഷണമനുസരിച്ച് അത് കറാഹത്താണ് എന്ന് അദ്ദേഹം ഹംബലി മദ്ഹബിന്റെ വീക്ഷണം പറയാം. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മളെ സങ്കല്പം എന്താ? നമ്മളെ സങ്കല്പം അനുസരിച്ചിട്ട് നാട്ടുകാരുടെ വസ്ത്രം ഇടുക എന്നത് നമുക്കൊരു കുറച്ചല്ല. കാരണം നമ്മളെ നാട്ടിലെ വസ്ത്രം എന്താ? കേരളത്തിലെ പൊതു മുസ്ലിമീങ്ങളുടെ വസ്ത്രം എന്താ? ഒന്നുകിൽ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ പാന്റും ഷർട്ടും. നമ്മളെ ധാരണ എന്താ? ഇതൊക്കെ ഇടുമ്പോൾ സൂക്ഷ്മത കുറവാണ്. സൂക്ഷ്മത ഉണ്ടാവണമെങ്കിൽ നാട്ടുകാർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വസ്ത്രം ഇട്ട് നടക്കുക, എന്നിട്ട് ആ വസ്ത്രം ഇടുന്നത് കൊണ്ടുള്ള മേനികൾ പറയുക, മറ്റേ വസ്ത്രത്തിന്റെ ന്യൂനതകൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് നമ്മൾ പ്രത്യേകമായി ഇട്ട വസ്ത്രമാണ് ശരി, അതാണ് സൂക്ഷ്മത എന്ന് ആളുകൾക്കിടയിൽ ബോധമുണ്ടാക്കുക. അഹ്ലു ബലദിന്റെ വസ്ത്രം ധരിക്കണം. പച്ചയായ ഹറാമ് കാണാത്തിടത്തോളം നമ്മൾ വ്യാഖ്യാനിച്ച് അതിന് ന്യൂനത ഉണ്ടാക്കും. പച്ചയായ ഹറാമ് കാണാത്തിടത്തോളം ഒരു സത്യവിശ്വാസി അഹ്ലു ബലദിന്റെ വസ്ത്രം ധരിക്കണം. ഇത് പിന്നെ പഴയ കാലത്തെ ഉലമാക്കൾ മാത്രമല്ല, പുതിയ കാലത്തെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരും ഇത് വ്യക്താക്കി. ഫതാവ ദുറൂസിൽ ഷെയ്ഖ് അബ്ദുല്ലാഹി പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോടൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫത്വകളിൽ കാണാം, ലൗ കാന ഹാദ സൗബുൽ ലദീ ലബിസഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യൽബസുഹു അഹദും മിൻ അഹ്ലി ബലദ് കൽ അഹ്മരി മസലൻ അല്ലാ യസ്ബിഹു സൗബു ശുഹറ. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ച ഒരു വസ്ത്രം ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അള്ളാഹുവിന്റെ റസൂൽ ധരിച്ച ഒരു വസ്ത്രം, ആ വസ്ത്രം ആര് ധരിച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആ നാട്ടിലെ മറ്റാരും ധരിക്കാത്ത വസ്ത്രം റസൂലുള്ള പണ്ട് ധരിച്ചിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്ന നാട്ടിൽ ഒരാളും ആ വസ്ത്രം ധരിച്ചിട്ടില്ല. എങ്കിൽ ആ വസ്ത്രം, അപ്പൊ ഉദാഹരണത്തിന് ചുവന്ന വസ്ത്രം, ചോദ്യകർത്താവ് ഉപയോഗിക്കുക, ഉദാഹരണത്തിന് ചുവന്ന വസ്ത്രം, ആ വസ്ത്രം ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ ശുഹറത്തിന്റെ വസ്ത്രമാകുമോ? നരകത്തിലേക്ക് പോകുന്ന വസ്ത്രമാകുമോ? ഷേഖിന്റെ മറുപടി എന്താ? ഇദാ കാന ഫീ ബലദി ലാ യൽബസൂന ലാ യൽബസ്. നിന്റെ നാട്ടിൽ, ഒരു നാട്ടിൽ ജനങ്ങൾ ധരിക്കാത്ത വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രം നീയും ധരിക്കരുത്. ഇദാ കാന ഫീ ബലദിൻ കുല്ലുഹും മുത്തഫിഖൂന അലാ നൗഇൽ ഖാസിൻ അബിയള ഔ അഹ്മറ ലാ യുഖാലിഫു. ഇനി ഒരു നാട്ടിൽ ജനങ്ങൾ ധരിക്കുന്ന വസ്ത്രമാണ് ഈ ചോപ്പും വെളുപ്പും ചേർന്ന വസ്ത്രം അവർ ധരിക്കുന്നതാണെങ്കിൽ നീ അവർക്ക് ഓപ്പോസിറ്റ് ആകാനും പാടില്ല, എതിരാകാനും പാടില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ വസ്ത്രം സ്വീകരിക്കേണ്ട എന്താ? റസൂലുള്ള ഇട്ട വസ്ത്രമാണെങ്കിലും, കേട്ടോ, റസൂലുള്ള ഇട്ട വസ്ത്രമാണെങ്കിലും എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് അഹ്ലു ബലദിന് സുപരിചിതമല്ലാത്ത, അവർക്കിടയിലെ വസ്ത്രധാരണ ശീലത്തിന് ചേരാത്ത വസ്ത്രമാണെങ്കിൽ അത് റസൂലുള്ള ഇട്ടതാണെങ്കിലും, റസൂലുള്ള ഇട്ടത് എന്ന് പറഞ്ഞാൽ സുന്നത്താക്കിയതല്ല, സുന്നത്താക്കാത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതാണെങ്കിലും ആ വസ്ത്രം നീ നാട്ടുകാർ ധരിക്കാത്ത വസ്ത്രമാണെങ്കിൽ നീയും ധരിക്കരുത്. ഇനി നാട്ടുകാരത് ധരിക്കുകയാണെങ്കിൽ നീ അതിനെതിരായിട്ട് വേറൊരു തരം വസ്ത്രധാരണ ശീലം കൊണ്ടുവരാനും പാടില്ല. ഇത് ഇസ്ലാമിന്റെ രീതിയാണ്. ഇതാണ് ഇസ്ലാമിന്റെ രീതി. ഈ രീതിയിലേക്ക് നമ്മൾ മാറണം. ഈ രീതിയാണ് സൂക്ഷ്മമായ രീതി. ഈ രീതി അവലംബിക്കുന്നതാണ് ശരി. ഇതിലേക്കാണ് വരേണ്ടത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലജ്ന ദാഇമയോട് പിന്നെ ഒരു ചോദ്യമുണ്ട്. ഒരു നാട്ടിൽ, പിന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയോട് ഒരു ചോദ്യം. ഒരു നാട്ടില് പിന്നെ പാൻസും പിന്നെ അതുപോലെ തന്നെ ഷർട്ടും ടീഷർട്ടും ഒക്കെ ധരിക്കുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്?
അവരത് ഹലാലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇല്ലെങ്കിൽ അത് ധരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് ദീർഘമായ ഒരു ഫത്വയിൽ പറയാണ്, ലാകിന്നൽ ഔലാ ബിൽ മുസ്ലിമീൻ, എന്നാൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇദാ കാന ഫീ ബലദിൻ ലം യഅ്തദ് അഹ്ലുഹാ ذلك اللباس ألا يلبسه في الصلاة ولا في المجامع العامة ولا في طرقات. ഒരു നാട്ടിലെ മുസ്ലിമീങ്ങൾ ആ നാട്ടിന്റെ വസ്ത്രധാരണക്ക് വിരുദ്ധമായ ഒരു വസ്ത്രമാണ് ഇട്ടിട്ടുള്ളത് എങ്കിൽ അവൻ എന്ത് ചെയ്യരുത്? നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോഴും, അതുപോലെ തന്നെ വലാഫിൽ മജാമിഇൽ ആമ്മ, പൊതുസഭകളിലേക്ക് പോകുമ്പോഴും, വലാഫി തുർഖാത്ത്, വഴിയോരങ്ങളിലെത്തുമ്പോഴും അവൻ അത്തരം വസ്ത്രം ധരിക്കരുത്. നാട്ടുകാരുടെ അഹ്ലു ബലദിന്റെ വസ്ത്രത്തിന് ഓപ്പോസിറ്റായ വസ്ത്രമാണെങ്കിൽ അവന് ചുരുങ്ങിയത് എന്ത് ചെയ്യട്ടെ? അവന്റെ വീട്ടിലോ സ്വകാര്യ സ്ഥലങ്ങളിലോ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയകളിലോ അവൻ ഇരിക്കട്ടെ. അല്ലാതെ പൊതുജനങ്ങളുടെ അടുത്തേക്ക്, പള്ളിയിലേക്ക്, വഴിയോരങ്ങളിലേക്ക് അവൻ അഹ്ലു ബലദിന്റെ, നാട്ടുകാരുടെ വസ്ത്രത്തിന് വിരുദ്ധമായ ഒരു വസ്ത്രവും ഇട്ട് നടക്കരുത്. അതാണ് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ഒരു നാട്ടിൽ ഒരു ജനങ്ങൾ ഇടുന്നു, മുസ്ലിമീങ്ങൾ ഇടുന്നു, പൊതുസമൂഹം ധരിക്കുന്നു, അത് ഹറാമുമല്ല എങ്കിൽ അവൻ അവർക്ക് വിരുദ്ധമാകാതിരിക്കലാണ് സൂക്ഷ്മത. അതാണ് സലഫിയത്ത്, അതാണ് സുന്നത്ത്, അതാണ് അഹ്ലു സുന്നയുടെ നിലപാട്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ചിന്തകൾ മാറിത്തുടങ്ങി. ആളുകളുടെ മനസ്സിൽ അഹ്ലു ബലദിന്റെ വസ്ത്രമല്ല, അതിനേക്കാൾ മേന്മ ഉണ്ടാവുക വേറെ വസ്ത്രങ്ങളാണ് എന്ന് വിചാരിക്കുന്നു. അത് ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടല്ല, അത് ഇൽമില്ലാത്തതിന്റെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ്, തെറ്റായ സങ്കല്പങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് കരുതി ഏതെങ്കിലും വ്യത്യസ്ത വസ്ത്രം ധരിച്ചാൽ ഹറാമാണ്, അവൻ പാപിയാണ് എന്നല്ല ഈ പറഞ്ഞത്. ഏറ്റവും നല്ല നിലപാട് അഹ്ലു ബലദിന്റെ വസ്ത്രം ധരിക്കുക എന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല വസ്ത്രത്തെപ്പറ്റി ചോദിക്കും. വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടുന്ന, എന്തെങ്കിലും അപജയം സംഭവിച്ചാൽ, എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ അതിന് കഠിനമായ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് വസ്ത്രധാരണ രീതി എന്ന് മനസ്സിലാക്കിയിട്ട് മതം അതിന് കൊടുത്ത പ്രാധാന്യം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുക. ശുഹറത്തിന്റെ വസ്ത്രത്തിലേക്ക് പോകുന്ന ഒരു അടയാളവും സ്വീകരിക്കാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല പല പല സങ്കല്പങ്ങൾക്കപ്പുറം ദീനിന്റെ സങ്കല്പം സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ചില സങ്കല്പങ്ങൾ രൂപപ്പെട്ടു വരാറുണ്ട്. ആ സങ്കല്പങ്ങളെല്ലാം ശരിയാകണം എന്നില്ല. സൂക്ഷ്മതയുമായും തഖ്വയുമായും ബന്ധപ്പെട്ടും നമ്മുടെ മനസ്സുകളിലേക്ക് ചില സങ്കല്പങ്ങൾ വരും. ശൈത്താൻ രണ്ട് രൂപത്തിലാണ് ആളുകളെ പഴപ്പിക്കുക. ഒന്ന്, ദീനിൽ ഉറച്ചു നിൽക്കാത്തവനെ ദുനിയാവ് കാണിച്ച് വ്യാമോഹിപ്പിച്ച് അവനെ വഴിപഴപ്പിക്കും. ഇനി ദീനിൽ ഉറച്ചു നിൽക്കുന്നവനെ തെറ്റായ നിർദ്ദേശങ്ങൾ ദീനിൻ്റെതായി പഠിപ്പിച്ചിട്ട് വഴിപഴപ്പിക്കും. ഈ രണ്ട് വഴിപഴവും സംഭവിക്കും. ദുനിയാവിന്റെ പിറകെ ഓടുന്ന അഹ്വാഇന്റെ ആളുകൾ, ദേഹേച്ഛയുടെ ആളുകൾ, അവരെയും പിശാച് പഴപ്പിക്കും. അതോടൊപ്പം തന്നെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ട് അവരെ ചിലത് പഠിപ്പിക്കും. അതുകൊണ്ട് ഉലമാക്കൾ മുഴുവൻ ചർച്ച ചെയ്ത, പ്രത്യേകിച്ച് മദ്ഹബുകളിലെ മുഴുവൻ ഫുഖഹാക്കൾ ചർച്ച ചെയ്ത കാല സഫാരിനിയുൽ ഹംബലി റഹിമഹുമുല്ലാഹ്,
ഇമാം ഷംസുദ്ദീൻ അബുൽ അവൽ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ സഫാരിനി അൽ ഹംബദി റഹിമഹുമുല്ലാ അദ്ദേഹം പറയാണ്, യുക്റഹു മുഖാലഫത്തു അഹ്ലി ബലദിഹി ഫിൽ ലിബാസ്, ജനങ്ങൾക്കെതിരായി അഹ്ലു ബലദിനെതിരായി വസ്ത്രം ധരിക്കുക എന്നത് കറാഹത്തായിട്ടുള്ള കാര്യമാണ്. വയംബഗി അൻ യൽബസ മലാബിസ ബലദിഹി, ജനങ്ങളുടെ നാട്ടുകാർക്കനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. ലിഅല്ലാ യുശാറ ഇലൈഹി ബിൽ അസ്വാബി, അല്ലെങ്കിൽ അവന് നേരെ വിരൽ ചൂണ്ടാൻ അത് കാരണമാകും. അവനെ സംബന്ധിച്ച് വലിയ മഹത്വമോ അല്ലെങ്കിൽ അവനൊരു ആബിദാണെന്നോ വലിയ മുത്തഖിയാണെന്നോ ഒക്കെ അവന്റെ വസ്ത്രം കൊണ്ട് ആളുകൾക്ക് തോന്നിപ്പിക്കുന്ന ആളുകൾ വിരൽ ചൂണ്ടാൻ കാരണമാകും. വയഖൂനു ദാലിക ഹാമിലൻ ലഹും അലാ ഗീബതിഹി, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഈ വസ്ത്രക്ക് നാട്ടുകാർക്ക് പരിചയമില്ലാത്ത വസ്ത്രം ഇട്ട് വരുമ്പോൾ അവനെപ്പറ്റി ഗീബത്ത് പറയും, അപവാദം പറയും, അവനെപ്പറ്റി കുറ്റങ്ങൾ പറയാൻ ആളുകൾക്ക് കാരണമാകും. എന്നിട്ട് അദ്ദേഹം പറയാ ഫയുശാരികഹും ഫീ ഇസ്മിൽ ഗീബതി ലഹു, അങ്ങനെ ആളുകൾ അവന്റെ കുപ്പായം അഹ്ലു ബലദിന് നാട്ടുകാർക്ക് വിരുദ്ധമായി വസ്ത്രം ധരിച്ചു വന്നപ്പോൾ ആളുകൾ അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഗീബത്ത് പറയാൻ കാരണമാക്കിയ അതിന് അവസരം കൊടുത്തതിന്റെ ഒരു ഓഹരി, അതിന്റെ ഒരു കുറ്റം അവനക്ക് കൂടിയുണ്ട് എന്ന് പിന്നെ ഇമാം അസ്സഫാരിനി അൽ ഹംബലി റഹിമഹുമുല്ലാ അദ്ദേഹത്തിന്റെ പിന്നെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കാം. നമ്മുടെ കോൺസെപ്റ്റും അള്ളാന്റെ മതത്തിന്റെ കോൺസെപ്റ്റും ഒന്നായി വരണമെന്നില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റിപ്പണിയുക, അതാണ് തഖ്വ, അതാണ് സൂക്ഷ്മത. അല്ലാതെ നമ്മുടെ സങ്കല്പങ്ങളിലേക്ക് മതത്തെ ദുർവ്യാഖ്യാനിച്ച് വലിച്ച് നീട്ടിക്കൊണ്ടുവരാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ പറഞ്ഞതുപോലെ മതത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അബദ്ധങ്ങളും തിരുത്താനും പശ്ചാത്തപിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പശ്ചാത്താപങ്ങൾ മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ശിഷ്ട ജീവിതത്തിൽ, അവശേഷിക്കുന്ന ജീവിതത്തിൽ പാപങ്ങളില്ലാതെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പാപങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി അവനിലേക്ക് മടങ്ങി അവന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും റബ്ബ് സുബ്ഹാനഹു വതആല ഒന്നൊഴിയാതെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സംഭവിക്കാനിരിക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്ത് പരിശുദ്ധനായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ കൂട്ടത്തിൽ ചേരുന്ന ജീവിത ശൈലി സ്വീകരിക്കാൻ, ചേരുന്ന സങ്കല്പങ്ങൾ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ഫിത്നകളും പ്രശ്നങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും, വിശിഷ്യ മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുകയും അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റും നടക്കുന്ന, മുസ്ലിം രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിന്റെ കെടുതികൾ, പ്രയാസങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് ആശ്വാസവും സമാധാനവും സംരക്ഷണവും നൽകുമാറാകട്ടെ. അവിടെ പൊട്ടിപ്പുറപ്പെട്ട ആ ഫിത്ന അല്ലാഹു സുബ്ഹാനഹു വതആല തടുക്കുമാറാകട്ടെ. ആ ഫിത്നകൾ ആളിക്കത്തിക്കുന്ന ആളുകളെ റബ്ബ് തടയുമാറാകട്ടെ. അവർ പിന്തിരിയാനും പുറകോട്ട് പോകാനും തയ്യാറാകില്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആല അവരെ നശിപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ നാടുകളിൽ അക്രമികളായ ഭരണാധികാരികളെ തടുക്കുമാറാകട്ടെ. അവരുടെ ഷർറിൽ നിന്ന് ജനങ്ങൾക്ക് സമാധാനവും രക്ഷയും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.